ഹൃദയഭാഗത്ത് കിഴക്കേക്കോട്ടയുടെ തിരക്കുകൾക്കിടയിൽ 250 വർഷത്തിലധികം പഴക്കമുള്ള ഒരു പുണ്യസങ്കേതമുണ്ട്. ശ്രീ അയനിക്കാട് വനശാസ്താ ക്ഷേത്രം. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ മായാതെ വിശ്വാസത്തിൻ്റെ തീവ്രതയിൽ ജ്വലിച്ചു നിൽക്കുന്ന ഈ ക്ഷേത്രം തൃശ്ശൂർക്കാർക്ക് അവരുടെ സങ്കടങ്ങൾ ഏറ്റുവാങ്ങി സമാധാനം നൽകുന്ന ഒരു അഭയകേന്ദ്രം കൂടിയാണ്. സ്വയംഭൂവായി ശാസ്താവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടു എന്ന ഐതിഹ്യമാണ് ഈ ക്ഷേത്രത്തിന് ഇത്രയേറെ ആത്മീയ പ്രാധാന്യം നൽകുന്നത്. എന്നാൽ ഈ ക്ഷേത്രത്തെ സവിശേഷമാക്കുന്നത് കേവലം പഴക്കമോ ഐതിഹ്യമോ അല്ല, മറിച്ച് വളരെ അപൂർവമായ പ്രതിഷ്ഠാസങ്കല്പവും അവിടുത്തെ അത്ഭുതകരമായ അനുഭവങ്ങളുമാണ്. ഓരോ ക്ഷേത്രത്തിനും പറയാനുണ്ടാകും ചില കഥകൾ. അയനിക്കാട് ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ശാസ്താവ് സ്വയംഭൂവായി, അതായത് സ്വയം ഭൂമിയോട് ചേർന്ന് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് വിശ്വാസം. ഈ സങ്കല്പം തന്നെ ക്ഷേത്രത്തിന് അതീന്ദ്രിയമായ ഒരന്തരീക്ഷം നൽകുന്നു. 250 വർഷങ്ങൾക്കപ്പുറത്തേക്ക് നീളുന്ന ചരിത്രവും പുരാവൃത്തങ്ങളും ഈ മണ്ണിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. ഇവിടെ ശാസ്താവ് കുടികൊള്ളുന്നത് അശ്വാരൂഢനായിട്ടാണ്, അതായത് കുതിരപ്പുറത്തിരിക്കുന്ന രൂപത്തിൽ. ഭാരതത്തിലെ ക്ഷേത്രങ്ങളിൽ ശാസ്താവ് കാണപ്പെടുന്നത് പ്രധാനമായും ബാലരൂപത്തിലോ ധ്യാനത്തിലോ ആണ്. എന്നാൽ വായുവിൻ്റെ വേഗത്തിൽ കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന ഈ അശ്വാരൂഢ ശാസ്താ പ്രതിഷ്ഠാസങ്കല്പം ഈ ക്ഷേത്രത്തെ അത്യപൂർവമായ ഒരു ശക്തി കേന്ദ്രമാക്കി മാറ്റുന്നു. ഈ അപൂർവതയ്ക്ക് മാറ്റുകൂട്ടുന്ന മറ്റൊരു പ്രതിഷ്ഠാസങ്കല്പം കൂടിയുണ്ട്. ശാസ്താവ് പ്രഭാദേവി സമേതനായിട്ടാണ് ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. ഭഗവാന്റെ പത്നിയായ പ്രഭാദേവിക്കൊപ്പം ശാസ്താവ് കുടികൊള്ളുന്ന ഈ രൂപം ഭക്തർക്ക് മുന്നിൽ അത്യധികം സൗന്ദര്യവും ഐശ്വര്യവും വിളിച്ചോതുന്നു. ഈ പത്നി സമേത ഭാവം ഗൃഹസ്ഥാശ്രമ ധർമ്മങ്ങൾക്കും കുടുംബ ഭദ്രതയ്ക്കും ഊന്നൽ നൽകുന്നു. ജീവിതത്തിന്റെ പ്രയാസങ്ങൾ എത്ര വലുതായാലും അതെല്ലാം വായുവേഗത്തിൽ പരിഹരിക്കാനും ഭക്തർക്ക് എത്രയും വേഗം അനുഗ്രഹം നൽകാനും വേണ്ടിയാണ് ഈ അശ്വാരൂഢ പ്രതിഷ്ഠയെന്ന് ഭക്തർ ഉറച്ചു വിശ്വസിക്കുന്നു. പഴമയുടെ പ്രൗഢിയിൽ നിന്നിരുന്നെങ്കിലും കാലപ്പഴക്കത്താൽ ഈ ക്ഷേത്രം ഒരു സമയത്ത് ശോച്യാവസ്ഥയിലായിരുന്നു. മണ്ണും മഴയും വെയിലുമേറ്റ് അതിൻ്റെ ശക്തി ക്ഷയിച്ചുപോയി. എന്നാൽ വിശ്വാസ സമൂഹം ഒന്നിച്ചു നിന്നതിൻ്റെയും ട്രസ്റ്റിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെയും ഫലമായി ക്ഷേത്രത്തിന് ഒരു പുനർജന്മം ലഭിച്ചു. 2007 ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം പൂർത്തിയാക്കി പുതിയ രൂപത്തിൽ ഭക്തർക്കായി തുറന്നുകൊടുത്തത്. ഒരു ക്ഷേത്രത്തിൻ്റെ ഭൗതികമായ പുനർനിർമ്മാണം അതിൻ്റെ ആത്മീയ ഊർജം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. അതിന് ഇതിലും വലിയൊരു തെളിവില്ല. പുനരുദ്ധാരണത്തിന് ശേഷം ക്ഷേത്രം ഒരു ട്രസ്റ്റിന്റെ കീഴിലാണ് പ്രവർത്തനങ്ങളും അഭിവൃദ്ധിയും നടത്തുന്നത്. ഇത് ക്ഷേത്രകാര്യങ്ങൾക്ക് സുതാര്യതയും ചിട്ടയായ നടത്തിപ്പും ഉറപ്പുവരുത്തുന്നു. അയനിക്കാട് വനശാസ്താ ക്ഷേത്രം അറിയപ്പെടുന്നത് ശനിദോഷ നിവാരണത്തിനും ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കും വേണ്ടിയാണ്. ശാസ്താവ് ശനിദോഷങ്ങൾ ഇല്ലാതാക്കുന്നതിൽ സവിശേഷ ശക്തിയുള്ള ദേവനായാണ് കരുതപ്പെടുന്നത്. ഇവിടെ ശനിയാഴ്ച ദിവസമാണ് പ്രധാനമായ വിശേഷാൽ വഴിപാടുകൾ നടക്കുന്നത്. നീരാജനം എള്ളെണ്ണയിൽ തിരിയിട്ട് കത്തിച്ച് ശനി ഭഗവാനെ പ്രീതിപ്പെടുത്തുന്ന പ്രധാന വഴിപാടാണ്. നീരാജനം സമർപ്പിക്കുന്നത് വഴി ശനിദോഷങ്ങൾ അകലുമെന്നാണ് വിശ്വാസം. എള്ള് ശനിയുമായി ബന്ധപ്പെട്ട ധാന്യമായതിനാൽ എള്ളുപാറയും എള്ളുപായസവും വഴിപാടായി സമർപ്പിക്കുന്നത് ദോഷപരിഹാരത്തിന് ഉത്തമമായി കരുതപ്പെടുന്നു. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് തേങ്ങാച്ചോർ. ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായി ഭക്തജനങ്ങൾ പതിവായി ഈ വഴിപാട് നടത്തിവരുന്നു. തേങ്ങയുടെ മധുരവും സമൃദ്ധിയും നിറഞ്ഞ തേങ്ങാപായസം വഴിപാട് നടത്തുന്നതിലൂടെ ഭക്തർക്ക് ഐശ്വര്യവും സന്തോഷവും ലഭിക്കുമെന്നാണ് വിശ്വാസം. ചില പ്രത്യേക ദിവസങ്ങളിൽ ശനീശ്വര ഹോമം നടത്തുന്നതും ഇവിടെ പതിവാണ്. ശനിദോഷം, ഏഴരശനി, കണ്ടകശനി തുടങ്ങിയ കാലദോഷങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഈ ഹോമം വലിയ ആശ്വാസമാണ് നൽകുന്നത്. ശനിദോഷങ്ങൾ ജീവിതത്തിന്റെ വേഗതയെ കുറയ്ക്കുന്നതായും അശ്വാരൂഢനായ ശാസ്താവ് ആ ദോഷങ്ങളെ നീക്കി കാര്യങ്ങൾ വേഗത്തിൽ ശുഭകരമാക്കുന്നുവെന്നും ഭക്തർ വിശ്വസിക്കുന്നു. പ്രഭാദേവി സമേതനായുള്ള ശാസ്താവിന്റെ പ്രതിഷ്ഠാസങ്കല്പം ഈ ക്ഷേത്രത്തെ കുടുംബ ബന്ധങ്ങളുടെയും സന്താന സൗഭാഗ്യത്തിന്റെയും കാര്യത്തിൽ ഒരു പുണ്യകേന്ദ്രമാക്കി മാറ്റുന്നു. വിവാഹം നടക്കാൻ കാലതാമസം നേരിടുന്ന യുവതീ യുവാക്കൾ ഇവിടെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ചാൽ തടസ്സങ്ങൾ നീങ്ങി വേഗത്തിൽ വിവാഹം നടക്കുമെന്നാണ് വിശ്വാസം. അശ്വാരൂഢ ശാസ്താവിന്റെ ഊർജം കാലതാമസം വരുത്തുന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടക്കാൻ സഹായിക്കുന്നു എന്ന് ഭക്തർ സാക്ഷ്യപ്പെടുത്തുന്നു. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികൾ ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ ഫലസിദ്ധി ഉണ്ടാകുമെന്നും കുഞ്ഞിക്കാൽ കാണാനുള്ള ഭാഗ്യം ലഭിക്കുമെന്നും നിരവധി പേർ അനുഭവങ്ങളിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. വിശ്വാസവും അനുഭവവും കൂടിക്കലരുമ്പോൾ ക്ഷേത്രം കേവലം കെട്ടിടങ്ങൾക്കപ്പുറം ഒരു ഊർജ പ്രവാഹമായി മാറുന്നു.
ഐനിക്കാട് ശാസ്താവിനെ പ്രാർത്ഥിക്കുന്നതിലുള്ള അനുഭൂതി പങ്കുവയ്ക്കാൻ നിരവധി ഭക്തരാണ് ഓരോ ആഴ്ചയും ഇവിടെ എത്തുന്നത്. ഓരോ ക്ഷേത്രത്തെയും അതിന്റെ ആഘോഷങ്ങൾ കൂടുതൽ തിളക്കമുള്ളതാക്കുന്നു. ഐനിക്കാട് വനശാസ്താ ക്ഷേത്രത്തിലെ പ്രധാന വിശേഷ ദിവസങ്ങൾ മകരവിളക്ക് മണ്ഡലകാലമാണ്. ഈ ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിൽ വലിയ തിരക്കും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷവും ഉണ്ടാവും. ശബരിമലയ്ക്ക് പോകുന്ന ഭക്തർക്ക് കെട്ടുനിറയ്ക്കാനും മാലയിടൽ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടത്താനും ഇവിടെ സൗകര്യമുണ്ട്. മണ്ഡലകാലത്ത് ഈ ചടങ്ങുകൾ നടക്കുന്നത് ക്ഷേത്രത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. പ്രതിഷ്ഠാദിനം ക്ഷേത്രത്തിൽ വിപുലമായ ആഘോഷങ്ങളോടെയാണ് ആചരിക്കപ്പെടുന്നത്. കളഭാഭിഷേകം, അന്നദാനം, പ്രത്യേക പൂജകൾ എന്നിവ ഈ ദിനത്തെ കൂടുതൽ വിശേഷപ്പെട്ടതാക്കുന്നു. മാസത്തിലെ ആദ്യത്തെ ശനിയാഴ്ച അഥവാ മുപ്പട്ട് ശനിയാഴ്ചയാണ് ഇവിടുത്തെ പ്രധാന ദിവസം. ഈ ദിവസം കൂടുതൽ ഭക്തർ വഴിപാടുകൾക്കും ദർശനത്തിനുമായി ക്ഷേത്രത്തിലെത്തുന്നു. ചിട്ടയായുള്ള പൂജാതി കർമ്മങ്ങൾ ക്ഷേത്രത്തിന്റെ പവിത്രത നിലനിർത്താൻ സഹായിക്കുന്നു. ദിവസവും രാവിലെ 5:30 നട തുറക്കുകയും തുടർന്ന് ശാസ്താവിന് അഭിഷേകം നടത്തുകയും ചെയ്യുന്നു. മലർനേദ്യം, മാലച്ചാർത്ത്, ഗണപതി ഹോമം തുടങ്ങിയ ചടങ്ങുകൾ ദിവസേനയുണ്ട്. രാവിലെ 8:30 നട അടയ്ക്കുന്നു. ഈ സമയക്രമം ഭക്തർക്ക് ദർശനം നടത്താനും വഴിപാടുകൾ സമർപ്പിക്കാനും സൗകര്യപ്രദമാവുന്നു. തൃശൂർ നഗരത്തിന്റെ പൈതൃകത്തിലും ആത്മീയതയിലും ഐനിക്കാട് വനശാസ്താ ക്ഷേത്രം ഒരു നിർണായക സ്ഥാനം വഹിക്കുന്നു. അശ്വാരൂഢനായ ശാസ്താവിന്റെ പ്രതിഷ്ഠാ സങ്കല്പം ഭക്തർക്ക് തങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് വേഗത്തിൽ പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന ആഴത്തിലുള്ള വിശ്വാസം നൽകുന്നു. ഇവിടെ എത്തുന്ന ഓരോ ഭക്തനും ലഭിക്കുന്നത് കേവലം ദർശനാനുഭവം മാത്രമല്ല, മറിച്ച് മനസ്സമാധാനവും ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങിപ്പോകുമെന്ന ഉറപ്പും കൂടിയാണ്. ഐതിഹ്യവും വിശ്വാസവും ഒത്തുചേർന്ന ഈ പുണ്യസങ്കേതം വരും തലമുറയ്ക്കും ആശ്രയമാകാൻ ക്ഷേത്രം ട്രസ്റ്റിന്റെ മേൽനോട്ടത്തിൽ അതിന്റെ സമ്പൂർണ്ണ പ്രൗഢിയിൽ തലയുയർത്തി നിൽക്കുന്നു. നിങ്ങൾ തൃശൂർ സന്ദർശിക്കുകയാണെങ്കിൽ ഈ അത്യപൂർവമായ ശാസ്താ സന്നിധിയിൽ ഒരു നിമിഷം ചെലവഴിക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിന് പുതിയ ഊർജം നൽകിയേക്കാം.